അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാസിറുസുന്നയുടെ ചർച്ചയുടെ ആനുകാലിക വിഷയങ്ങളിലെ ചർച്ചയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ആദർശ സമ്മേളനങ്ങൾ ഇപ്പോൾ എസ്കെഎസ്എഫ് മേഖലാ തലങ്ങളിലൊക്കെ സംഘടനാ ബേസിൽ തന്നെ കേട്ടോ, അത് വേറൊരു വിഭാഗമൊന്നുമല്ല, സംഘടനാ ബേസിൽ തന്നെ ആദർശ സമ്മേളനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുവാദപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വ്യാകുലപ്പെടുന്ന ഒരു രീതിയിൽ അങ്ങനെ വല്ലതും അതിലുണ്ടോ? യഥാസമയം ഈ ഇപ്പം കോഴിക്കോട് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ് കോഴിക്കോട് ഇപ്പൊ ഇന്നലെ തിരുവല്ലി പല ഭാഗങ്ങളും നടത്തുകയാണ്. എന്താണ് ആദർശ സമ്മേളനം അല്ല, അതിന്റെ പുറത്ത് ലീഗിനെ പറയുന്നു, മറ്റുള്ള രീതി പറയുന്നു, തെളിഞ്ഞും ഒളിഞ്ഞും പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ മുസ്ലിം ലീഗിനെയും ഒക്കെ ആക്രമിക്കുകയാണ്. അത് കേൾക്കാൻ കഴിയില്ല ഞങ്ങൾക്കും അതിന്. കാരണം പല ആളുകളും ഞങ്ങളുടെ പാർട്ടി അണികള്, അതുപോലെ സമസ്തയുടെ തന്നെ നിരവധി ആളുകൾ അതിന് വലിയ വികാരമുണ്ട്. കാരണം ഇതിനൊരു മറുപടി ഇല്ല. ആദർശ സമ്മേളനം ആദർശം അമാനത്താണ് എന്ന ശീർഷകത്തിൽ എസ്കെഎസ്എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ നിർദ്ദേശപ്രകാരം ഒരു ക്യാമ്പയിൻ അത് കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സുന്നികളായ ആളുകൾക്ക് അഭിമാനം തോന്നേണ്ട നിമിഷങ്ങളാണ്. ആദർശ സമ്മേളനത്തെ ഭയപ്പെടേണ്ടത് വഹാബികളും മൗദൂദികളും അതുപോലുള്ള കക്ഷികളുമാണ്. യഥാർത്ഥത്തിൽ വഹാബികളും മൗദൂദികളും ഭയപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഇവർ ഭയപ്പെടുന്നു എന്നത് ഉമ്മത്ത് ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യമാണ്. ഇവർക്ക് എന്താണ് ആദർശ സമ്മേളനങ്ങളോട് ഇത്ര കരിപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ആദർശ സമ്മേളനങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാ, ഇവർ യഥാർത്ഥത്തിൽ ആദർശ സമ്മേളനങ്ങൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കേൾക്കാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തോ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുകയാണ്. ആദർശ സമ്മേളനങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിനപ്പുറം വേറെന്താ പറയണത്? പിന്നെ CIC-യുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രയാസം എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. കാരണം അദ്ദേഹം ഇപ്പോൾ CIC-യുടെ ഒരു ഭാഗമാണ്, സമസ്തന്റെ കൂടെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ CIC-യുമായി ബന്ധപ്പെട്ട വിഷയം ആണയിട്ട് 1000 പ്രാവശ്യം എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതുമായൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവര് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, സമസ്തയുടെ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പൊള്ളയായ ആരോപണങ്ങളെയും അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകളെയും തീർച്ചയായും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എസ്കെഎസ്എഫിന്റെ ആദർശ വിഭാഗം എസ്കെഎസ്എഫിന്റെ ആദർശ പ്രചരണത്തിന്റെ ഒരു ഭാഗമാണ്. അത് സ്വാഭാവികമായിട്ടും അവിടെ പറയും. കൂട്ടത്തിൽ വഹാബിസവും ജമാഅത്തെ എല്ലാ ബിദഅകളെയും കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയനിലപാടുകളെ കുറിച്ച് വിശദീകരിക്കും. അത് പറയാൻ തന്നെയാണ് ആദർശ സമ്മേളനങ്ങൾ. അത് പറയലിനെ ഭയപ്പെടുന്നവർ സമസ്തക്കാരാണെന്ന് പറയാതിരുന്നാൽ മതി. അതെ അതെ, പുട്ടില് തേങ്ങ ഇടുന്ന പോലെ ഇടക്കിടക്ക് ഞങ്ങൾ സമസ്തക്കാരാണ് സമസ്തക്കാരാണെന്ന്. ഞാൻ ഇപ്പൊ സമസ്തയിൽ ഉണ്ടോന്ന് ഈ സ്വയം സംശയം തോന്നുമ്പോഴാണ് ആ ചോദ്യം വരുന്നത്. നമ്മളൊന്നും ഇപ്പൊ ഞാൻ സമസ്തക്കാരനാണെന്ന് നടക്കണില്ലല്ലോ.